ശിരൂരിൽ കനത്ത മഴയാണ്. തിരച്ചിൽ ആരംഭിക്കാനിരിക്കെയാണ് വീണ്ടും കാലാവസ്ഥ പ്രതിസന്ധിയാകുന്നത്. ദൗത്യം തുടരുന്നതിൽ ഇന്ന് നിർണായക തീരുമാനം ഉണ്ടായേക്കും. അതേസമയം ദൗത്യത്തിന് പുഴയിലെ അടിയൊഴുക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ പറഞ്ഞു. സ്റ്റേ വയർ ചുറ്റിയ നിലയിലാണ് മരത്തടി പുഴയിൽ ഉള്ളതെന്നും മാൽപേ പറഞ്ഞു. വിവരങ്ങളുമായി ശിരൂരിൽ നിന്ന് ആനന്ദ് പുത്തൂർ ചേരുകയാണ്. ആനന്ദ്, പ്രതിസന്ധി തടസ്സം, ഓരോ ദിവസവും ഓരോരോ പുതിയ വെല്ലുവിളി, അടിയൊഴുക്കിൻ്റെ പ്രശ്നം തുടക്കം മുതൽ കാണുന്നു. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഇത്രയും ആഴത്തിൽ മുങ്ങി പരിചയമുള്ള സംഘവുമായി എത്തിയവർക്ക് പോലും വിജയകരമായി അതിനടുത്തേക്ക് എത്താനോ അർജുൻ അടക്കമുള്ള 3 പേരെ കണ്ടെത്താനോ കഴിയുന്നില്ല. ഇപ്പോൾ തന്നെ ഇതാ ആനന്ദ് നമ്മുടെ ഫ്രെയിമിൽ വന്ന ശേഷം, നമ്മുടെ ലൈവ് തുടങ്ങിയതിന് ശേഷം കുട നിവർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇടവിട്ട് മഴ ഇങ്ങനെ വന്നും പോയും നിൽക്കുന്നു അല്ലേ? കാലാവസ്ഥ വീണ്ടും വീണ്ടും വെല്ലുവിളിയാകുന്നു. പ്രകൃതി ആണ് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തി മനുഷ്യന് മുന്നിൽ നിൽക്കുന്നത്. ഈ ജീവനുകൾ രക്ഷിക്കാനുള്ള ദൗത്യത്തിന് തടസ്സമാകുന്നത് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ആനന്ദ്? പ്രദീപ്, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, വീണ്ടും മാനം മൂടിക്കെട്ടിയിരിക്കുകയാണ്. അല്പസമയം മുമ്പ്, അതായത് 20 മിനിറ്റ് മുമ്പ് കനത്ത മഴ തന്നെയാണ് ഈ പ്രദേശത്ത് പെയ്തിരുന്നത്. ഷിരൂരിൽ അടക്കം മുഴുവൻ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിൽ കൂടി കനത്ത മഴ പെയ്യുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഇത്തരത്തിലൊരു മഴയുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് വീണ്ടും ഈ 13-ാം നാൾ വീണ്ടും രാവിലെ മുതൽ മഴ ആരംഭിച്ചിരിക്കുകയാണ്. 5 മിനിറ്റ് ഇടവിട്ടുകൊണ്ടുള്ള മഴ. ഇപ്പോൾ വീണ്ടും മഴയ്ക്കുള്ള എല്ലാ സാധ്യതകളും കൊണ്ട് ഒരു 5 മിനിറ്റ് തന്നെ മഴ പെയ്യും. എന്തായാലും രാവിലെ 9 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഈ ദൗത്യം ഇന്ന് ആരംഭിക്കും എന്ന് പറഞ്ഞിരുന്നത്. അതേസമയത്ത് തന്നെ മഴ പെയ്തതുകൊണ്ട് ഇപ്പോൾ അതിനൊരു തുടങ്ങാൻ അല്പം താമസിക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും ഈശ്വർ മാൽപേ അടക്കമുള്ള ആളുകൾ അല്പ സമയം മുമ്പ് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ഈ സ്പോട്ട്, അതായത് ഈ 3ാമത്തെ സ്പോട്ടിൽ, ഏറ്റവും ഈ അത്തരത്തിൽ ഈ ട്രക്ക് ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന 3ാമത്തെ സ്പോട്ടിൽ അവിടുത്തെ 2 ടവറുകൾ വീണുണ്ടായിട്ടുള്ള ഈ ഇലക്ട്രിക് കമ്പികൾ കൃത്യമായി തന്നെ കുടുങ്ങിക്കിടക്കുന്നു. അതുകൊണ്ട് ഈ മരങ്ങൾ, അതിലേക്ക് വീണ മരങ്ങളെല്ലാം ഈ ഇലക്ട്രിക് കമ്പിയിൽ കുടുങ്ങി കിടക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേബിളുകൾ താഴേക്ക് ഡൈവ് ചെയ്യുമ്പോൾ കേബിളുകൾ ദേഹത്ത് തട്ടാനും ഈ ഓക്സിജൻ സിലിണ്ടറിന്റെ അതുമായി ബന്ധപ്പെട്ട കേബിളുകളിൽ തട്ടിക്കൊണ്ടും പൊട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദുഷ്കരമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ കാണാം, മഴ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. കനത്ത മഴയാണ് ഇപ്പോഴും ഷിരൂരിലുള്ളത്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഏതാണ്ട് 7 നോട്ട്സ് വരെയാണ് പുഴയിലെ കുത്തൊഴുക്ക് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 3.5 നോട്ട്സ് വരെയാണ് പരമാവധി അപകടത്തിൽ നിന്നുകൊണ്ട്, അതായത് ഒരു ആത്മഹത്യാ രീതിയിലേക്ക് തള്ളിവിടുകയായിരിക്കും അത്തരത്തിൽ ദൗത്യ സംഘത്തിനെ എന്ന് കഴിഞ്ഞ ദിവസം അധികൃതരടക്കം പറഞ്ഞിരുന്നു. കാരണം ഈ 3 നോട്ട്സിലേക്കൊക്കെ കുത്തൊഴുക്കുള്ള ഈ പുഴയിൽ സൈന്യം ഇറങ്ങുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അമാനുഷികമായിട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലായ്പ്പോഴും മനസ്സിലാക്കേണ്ടത്, ഈ പ്രതീക്ഷയും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു വിടവ് ഇവിടെ ഓരോ ദിവസവും കഴിയുന്തോറും കൂടുന്ന ഒരു സാധ്യതയുണ്ട്. മഴ വീണ്ടും കനക്കുകയാണ്. എന്നാലും ഈശ്വർ മാൽപേയും സംഘവും ഇപ്പോൾ വെള്ളത്തിലിറങ്ങുകയോ അതുമായി ബന്ധപ്പെട്ട പരിശോധനകളോ ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നാണ് നമുക്ക് ഇവിടുന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ അപ്ഡേറ്റ്. അതുകൊണ്ട് പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വീണ്ടും മഴ ആരംഭിച്ചിരിക്കുന്നു. മഴ ആരംഭിക്കുമ്പോൾ ശക്തമായിട്ടുള്ള കാറ്റും എത്തും. സ്വാഭാവികമായും പുഴയുടെ കുത്തൊഴുക്ക് വീണ്ടും വർദ്ധിക്കും. പുഴയിൽ ഇറങ്ങിക്കൊണ്ട് തിരച്ചിൽ നടത്തുക എന്ന് പറയുന്നത് വീണ്ടും അസാധ്യമായി തീരുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയായിരിക്കണം പോവേണ്ടത്. പക്ഷെ നമ്മൾ വസ്തുതയാണ് ഇപ്പോൾ പറയുന്നത്. കണ്ടോ, കാറ്റ് ആരംഭിച്ചിരിക്കുകയാണ്. ഈ കാറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ സ്ഥലത്തെ പോലെ ഉണ്ടാകുന്ന കാറ്റല്ല. പ്രത്യേകിച്ച് ഈ കാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണിത്. പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. വന്യമായിട്ടുള്ള ഒരു സ്വഭാവം ഇവിടുത്തെ കാറ്റിനും മഴയ്ക്കും നദിക്കും എല്ലാം ഉണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് ഈ രക്ഷാദൗത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി, ഏറ്റവും വലിയ പ്രതിബന്ധവും അത് തന്നെയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇന്നലെ ഡക്ക് ബോട്ടുകൾ അടക്കമുള്ള അത്യാധുനിക ബോട്ടുകൾ, പ്ലാറ്റൂൺ പോലെയുള്ള ബോട്ടുകൾ ഇവിടേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൂടി ഇതുവരെ അതൊന്നും ഇവിടേക്ക് എത്തിയിട്ടില്ല. അതിന് സാങ്കേതികമായിട്ടുള്ള ചില തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നലെയും കർണാടകയും കേരളം സംസ്ഥാനവും തമ്മിൽ വീണ്ടും അവലോകനം നടത്തിയിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി മഹാരാഷ്ട്രയിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നടത്തുമെന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ കൂടി ഇതുവരെ അത്തരത്തിലുള്ള ബോട്ടുകളൊന്നും ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ബോട്ടുകളുടെ സഹായമല്ലാതെ, അതായത് ഈ 2 ബോട്ടുകൾ കൊണ്ട്, ഈ ഡക്ക് ബോട്ട് കൊണ്ടും പ്ലാറ്റൂൺ ബോട്ട് കൊണ്ടും ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ പ്രദേശത്ത്, അതായത് ഈ മൺകൂനയിൽ ഈ ട്രക്കുണ്ട് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് സാധാരണ തലത്തിലേക്കുള്ള ഡിങ്കി ബോട്ടുകൾക്കൊന്നും നിൽക്കുന്നത് അസാധ്യമാണ്. ആ ഒഴുക്കിനെ പ്രതിരോധിക്കാനോ അതിനെ മറികടക്കാനോ ഈ സാധാരണ തരത്തിലുള്ള ബോട്ടുകൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ കൃത്രിമമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നിർമ്മിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ് ഈ 2 ബോട്ടുകൾക്കുള്ളത്. ആ ബോട്ടുകൾ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല എന്നാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും അത് എത്തിയതിനു ശേഷം ആയിരിക്കും ഒരുപക്ഷെ അടുത്ത ഘട്ടം ആരംഭിക്കുക. എന്തായാലും വീണ്ടും സൈന്യം ഇപ്പോൾ കൂടിയാലോചനകൾ നടത്തുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ദൗത്യം വീണ്ടും ആരംഭിക്കാമെന്നാണ്
കരുതുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ദൗത്യത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് നിർണായകമായിട്ടുള്ള തീരുമാനമുണ്ടാകുമെന്ന അനൗദ്യോഗികമായിട്ടുള്ള വിവരങ്ങളും നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കളക്ടർ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് ഇന്ന് കൈമാറിയേക്കും. എന്തായാലും അല്പസമയം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. ഉച്ചയോട് കൂടി തന്നെ ഈ കാര്യത്തിൽ, ഈ ദൗത്യത്തിൻ്റെ കാര്യത്തിൽ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് അനൗദ്യോഗികമായി പ്രദീപ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്.